നമ്മൾ മുഖം കഴുകി വന്നിട്ടോ നോക്കി നല്ല സോഫ്റ്റായി അത്യാവശ്യം നല്ലൊരു കളറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് നല്ല അടിപൊളി ഫേസ് പാക്കാണ്. നമ്മുടെ മുഖത്ത് ഉണ്ടാവുന്ന ചുളിച്ചിൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, മുഖത്തെ ചുളിച്ചിലൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് ഏറ്റവും ഗുണമായിട്ടുള്ളൊരു സാധനം കോഴിമുട്ടയാണ് കേട്ടോ. കോഴിമുട്ട നമുക്ക് പാക്ക് ഇടുമ്പം ഭയങ്കരമായിട്ട് വലിച്ചിലുണ്ടാവുമെങ്കിലും പക്ഷേ റിസൾട്ട് തന്നെയാണ്. ചിലർക്ക് മുട്ടയുടെ വെള്ള പോത്തിടാനൊക്കെ ഭയങ്കര മടിയായിരിക്കും, പക്ഷേ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ. കണ്ണടച്ചിട്ട് അപ്പം ഇങ്ങോട്ട് ഇടുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ചെറിയൊരു മസാജ് കൊടുക്കണം. മസാജ് നമ്മൾ കൊടുക്കുന്നത് ഇച്ചിരി തേൻ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ തേൻ നല്ലൊരു മോയ്സ്ചറൈസാണ്. പിന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ജലാംശത്തെ നല്ല രീതിക്ക് അവിടെ തന്നെ നിർത്തിക്കൊണ്ടുപോകുന്ന ഒരു ഐറ്റമാണ് നമുക്ക് തേൻ. പിന്നെ അനാവശ്യമായിട്ടുള്ള വെള്ളപ്പാടല്ല കറുത്ത പാടുകളൊക്കെ പോകാനൊക്കെ ആയിട്ട് തേൻ തന്നെ തേച്ചാൽ നല്ലതാണ് കേട്ടോ. ഇത് ചെറുതേനാണ്. അപ്പോൾ ആദ്യം നമ്മളൊരു 3 തുള്ളി എടുത്തിട്ട് ഒരു ചെറിയൊരു മസാജ് കൊടുക്കണം കേട്ടോ. മസാജ് കൊടുക്കാൻ പ്രത്യേകിച്ചൊരു കാരണം കൂടിയുണ്ട്. ഇന്നലെ നമ്മുടെ വീഡിയോയിൽ നമ്മളൊരു ചുളിച്ചിൽ പോകാനുള്ളൊരു ക്രീം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കാലിൻ്റെയും കയ്യിൻ്റെ ഒക്കെ ചുളിച്ചിൽ മാറാനായിട്ട് ഇട്ട പോലെ തന്നെ ഈ കണ്ണിൻ്റെ അടിയിലുണ്ടാവണം ചുളിച്ചിൽ മാറാനായിട്ടും, അതുപോലെ തന്നെ നമ്മുടെ ഈ ഭാഗത്തൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ചുളിച്ചത് അതൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല. അതൊക്കെ മാറാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്നത് ഒരാൾ കമൻറ്റ് ഇട്ടു. എനിക്ക് പേരൊന്നും ഓർമ്മയില്ല കേട്ടോ, കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു തേൻ്റെ മസാജും കൂടി ഞാൻ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും നമുക്ക് ചുളിച്ചിലുകൾ നമ്മൾ നെറ്റിയുടെ അവിടെയൊക്കെ ചുളിച്ചിലുണ്ടെങ്കിൽ വരുന്നുണ്ടെങ്കിലും നമ്മളതൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല. പക്ഷെ കണ്ണിൻ്റെ അവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ഫീൽ ചെയ്യും. അത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചിരിക്കുമ്പോഴൊക്കെ നമുക്ക് ഇവിടെയൊക്കെ ഭയങ്കര ഒരു റിങ്കിൾസ് പോലെയൊക്കെ വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ ചിലപ്പോൾ ഫോട്ടോയിലൊക്കെ ആവും നമ്മളത് ശ്രദ്ധിക്കും. നേരിട്ട് നമുക്കതങ്ങനെ ചിന്തിക്കാനുള്ള ഒരു ഇതില്ലല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ക്രീമോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ തേക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു 2 തുള്ളി വെളിച്ചെണ്ണ, അധികം ആവരുത്. പിന്നെ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാവും കണ്ണിൻ്റെ അവിടെ. അപ്പോൾ 2 തുള്ളി വെളിച്ചെണ്ണ എടുക്കുക. ഈ കയ്യമ്മലേക്ക് ഇങ്ങനെ ആക്കിയെടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒരു മസാജ് കൊടുക്കുക. കണ്ടോ, ഇതേപോലെ റൊട്ടേറ്റ് ചെയ്തൊരു മസാജ് കൊടുക്കുക. അതുപോലെ തന്നെ തിരിച്ചും ചെയ്യുക കേട്ടോ. അത് ഈ വിരലുകൊണ്ടാണ് ചെയ്യുക. സാധാരണ നമ്മൾ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാലും ചിലപ്പോൾ കണ്ടോ, ഇതാണ് ഏറ്റവും കൂടുതൽ എളുപ്പമായിട്ടൊക്കെ എനിക്ക് തോന്നാറുള്ളത്. അപ്പം ചിലപ്പോൾ ഞാൻ ആ കൈ കൊണ്ടൊക്കെയാവും ചിലപ്പോൾ നമുക്ക് ചെയ്യാം. പക്ഷേ എനിക്കിതുവരെ വേറെ കുഴപ്പങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഏതൊരു വീഡിയോയിൽ അങ്ങനെ ചെയ്യണുണ്ടപ്പോൾ ആരോ പറഞ്ഞു ഈ വിരലുകൊണ്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മളത് ശീലാക്കാത്ത കാരണം കൊണ്ടാവും തോന്നുന്നു നമുക്ക് ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇതേപോലെ ഇവിടെ ഇങ്ങനെ വലിച്ച് ഈ എൻഡിലോട്ട് കൊണ്ട് പോവുക. അതങ്ങനെ കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഉണ്ടാവുന്ന ആ ചുളിച്ചിൽ കാര്യങ്ങളൊക്കെ മാറി കിട്ടും കേട്ടോ. അതുപോലെ തന്നെ കണ്ണ് നല്ല ഭംഗിയാവുകയും ചെയ്യും. പിന്നെ ഇവിടെ പിടിച്ചിട്ട് നമ്മുടെ ഈ ഭാഗത്തുണ്ടാവുന്ന ചുളിച്ചിലുകളില്ലേ ഒന്ന് വലിച്ച് പിടിച്ചിട്ട് ഒന്നിങ്ങനെ മസാജ് കൊടുത്ത് ഇവിടേക്ക് ഇങ്ങനെ എത്തിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും മാറി കിട്ടും. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. ഏറ്റവും എളുപ്പം നമുക്ക് ആ ഒരു പരിപാടിയാണ് കേട്ടോ. ഈ കണ്ണിൻ്റെ അവിടുത്തെ ഇതേപോലെ ഇങ്ങോട്ട് വലിച്ച് നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ നമുക്ക് കണ്ണൊക്കെ വലിച്ചിങ്ങോട്ട് നീട്ടി എഴുതി കൊണ്ടുപോയില്ലേ, അത് കണ്ണ് എഴുതാനാണ്. ഇതിപ്പോൾ കണ്ണിൻ്റെ താഴെ ഉണ്ടാവണ ആ വീർമത കാര്യങ്ങളൊക്കെ പോകാനൊക്കെ ആയിട്ട് ഇതൊരു വലിയൊരു കാര്യമാണ്. നമുക്കത് ദിവസം ചെയ്യുമ്പോൾ ആ ഭാഗത്ത് ഉണ്ടാവണ മാറ്റം നമുക്ക് തന്നെ കാണാൻ പറ്റും. അതുപോലെ തന്നെ കണ്ണിനടിയിലുണ്ടാവണ ചെറിയ ഈ കുരുക്കൾ പോലെയൊക്കെ ഉണ്ടാവും, അതൊക്കെ പെട്ടെന്ന് മാറി കിട്ടും. അപ്പോൾ നമ്മുടെ ഈ തേൻ വെച്ചിട്ടുള്ള 2-3 തുള്ളി തേനാണ് നമ്മൾ ആക്കിയത്. അത് നമ്മുടെ മുഖത്തോട്ട് ഇങ്ങനെ അബ്സോർബായിട്ട് പോകും കേട്ടോ. ഇന്നത് കഴുകി കളയൊന്നും വേണ്ട. ഒരു 2 മിനിറ്റ് നേരത്തെ പണിയേ ഉള്ളൂ. അപ്പോൾ അത് കംപ്ലീറ്റ് കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ ഈ ഒരു പാക്ക് ഇടാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം മുഴുവനൊന്നും വേണ്ട, ഇച്ചിരി കോളം മുട്ടയുടെ വെള്ളം ആവശ്യമുണ്ട്. ബാക്കിയുള്ളത് അതേപോലെ തന്നെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചോ കേട്ടോ. അപ്പോൾ ഈ ഭാഗം പൊട്ടിക്കുമ്പോഴാണ് നമുക്ക് ആ വെള്ളം ഇങ്ങോട്ട് വീണ് കിട്ടും, അല്ലെങ്കിൽ മഞ്ഞടക്കം നമ്മളെ വീഴും. പിന്നെ അത് എടുത്ത് മാറ്റാനായിട്ട് വേറെ പണി നോക്കേണ്ടി വരും.
അപ്പോൾ ഇതേപോലെ പൊട്ടിക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളം പെട്ടെന്ന് കിട്ടും കേട്ടോ. കുറച്ച് ആവശ്യമുള്ളൂ, ഇത്രക്കോളം ആവശ്യമുള്ളൂ കേട്ടോ. ബാക്കി അതേപോലെ തന്നെ എടുത്ത് വയ്ക്കുക, ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ മുട്ട പൊരിച്ച് കഴിക്കാം കേട്ടോ. പിന്നെ അതിലോട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ കാപ്പിപ്പൊടി. ഇത് ബ്രൂവിൻ്റെ കാപ്പിപ്പൊടിയാണ്. അത് ഒരു പകുതിയേ നമ്മൾ എടുക്കണുള്ളൂ കേട്ടോ. കാപ്പിപ്പൊടി മുഖത്തേക്ക് പറ്റണവർ ഈ ഒരു പാക്ക് ചെയ്താൽ അടിപൊളിയാണ്. അതിന് ശേഷം നമ്മുടെ മഞ്ഞൾപ്പൊടി. ഇത് ഞാനിവിടെ റോസ്റ്റഡ് മഞ്ഞൾപ്പൊടിയാണ്, ഇല്ലെങ്കിൽ നമ്മുടെ സാധാ മഞ്ഞൾപ്പൊടി ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. ഇതാകുമ്പോൾ പുകച്ചിലെടുക്കില്ല, അതുകൊണ്ടാണ് റോസ്റ്റഡ് മഞ്ഞൾപ്പൊടി ചേർക്കാൻ പറഞ്ഞത്. അതൊരു പിഞ്ച് അത്രയ്ക്കേ വേണ്ടൂ. പിന്നെ നമുക്ക് നമ്മുടെ അരിപ്പൊടിയാണ് കേട്ടോ. ആദ്യം നമുക്ക് ഇത്തിരി കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വേണമെന്ന് വെച്ചാൽ നമുക്ക് ഇടാം. പിന്നെ നമുക്ക് ഇച്ചിരി കോളം 2 തുള്ളി തേനും കൂടി നമ്മളിതിൽ മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ മുഖത്തേക്ക് നമ്മൾ ആക്കി, എന്നാലും ഒരു 3 തുള്ളി ഇടുന്നുണ്ട്. 3 തുള്ളി തേനും കൂടി നമ്മൾ ഇതിൽ മിക്സ് ചെയ്തിട്ട് നമ്മളിത് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പോലെ മിക്സ് ചെയ്യണം. ഈ മുട്ടയുടെ വെള്ളം ആയതുകൊണ്ട് ഇത്തിരി സമയമെടുക്കും ഇത് മിക്സിങ് ആയി വരാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ മുഖത്ത് പിടിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ ചെയ്താൽ നല്ലതാണ്. പിന്നെ ഈ ഒരു പാക്കറ്റ് കഴിഞ്ഞാൽ സംസാരിക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ മുഖത്തെ ചുളിച്ചിൽ മാറാനാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്, ചുളിവ് കൂട്ടാൻ വേണ്ടിയിട്ടല്ല. അപ്പം നമുക്കത് മുഖത്തിട്ട് കൊടുക്കാം കേട്ടോ. ഇത് പിടിക്കാൻ ഇത്തിരി പണിയുണ്ട്. ഇത് നമ്മുടെ കയ്യുമ്മലും കാലുമ്മലൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി ഒരു സാധനമാണ് കേട്ടോ. നല്ലൊരു പാക്കാണ്. നമ്മൾ കഴുത്തിലേക്കും കൂടിയും ഇട്ട് കൊടുക്കണേ. ആദ്യം നമ്മളിതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വലിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ പ്രാവശ്യം കൂടി ആ ഒരു പാക്ക് നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് വലിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയും കൂടി ഉണ്ട്, ഇതും കൂടി നമ്മളൊന്ന് ഇട്ട് കൊടുത്തിട്ട് കഴുകിയിട്ട് ഞാൻ അതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ. അല്ലെങ്കിൽ ഇതിപ്പോൾ രണ്ടാമത് ഇടുന്നത് കൂടിയൊക്കെ കാണിച്ചിരുന്നതിന് സമയം പോണത് അറിയില്ല. നമ്മളിത് ഇട്ട് രണ്ടാമത്തെ പ്രാവശ്യം കൂടി നമ്മളിട്ട് 2 പ്രാവശ്യം ഉറപ്പായിട്ട് നമ്മൾ ഈ ഒരു പാക്ക് നമ്മൾ മുഖത്തിടണം. ഇട്ടതിന് ശേഷം ആണ് നമ്മൾ കഴുകി കളയേണ്ടത്. അപ്പോൾ അങ്ങനെ നൈസായിട്ട് ആദ്യം വെള്ളം തളിച്ച് കൊടുത്തതിന് ശേഷം പതുക്കെ കഴുകിയെടുക്കുക. ചിലപ്പോൾ ഇതിങ്ങനെ ഉറ പോലെ നമുക്ക് ആക്കാൻ കിട്ടും, അത് റിസ്ക് എടുക്കാൻ നിൽക്കണ്ട, പതുക്കെ ഇളക്കിയെടുത്താൽ മതി കേട്ടോ. ചിലവർ ഈ ഒരു പാക്ക് നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് മുഖത്ത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ച് ചെയ്യണവരുണ്ട്. അതെല്ലാവർക്കും അത്രയ്ക്ക് അങ്ങോട്ട് ധൈര്യത്തോടു കൂടി ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്കിത് മുഖത്ത് കഴുകി എടുക്കാം കേട്ടോ. അപ്പം നമുക്ക് കഴുകിയതിനുള്ള റിസൾട്ട് ഞാൻ അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മുഖം കഴുകി വന്നു, തുടച്ചിട്ടൊന്നുമില്ല കേട്ടോ. നല്ല റിസൾട്ട് തന്നെയാണ്. നമുക്ക് ഏതെങ്കിലും ഒരു പാക്ക് ഇട്ടിട്ട് നല്ല റിസൾട്ട് കിട്ടി എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് നിങ്ങൾക്കും കൂടിയിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഒത്തിരി കൂടി സന്തോഷമാണ് കേട്ടോ. ജസ്റ്റ് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടു, അത്ര അധികം മുഖം ബ്രൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴുകുമ്പോൾ ഒത്തിരി അത് നല്ലപോലെ വലിയണ കാരണേ നമുക്ക് ഇങ്ങനെ മുഖത്ത് വെള്ളം തെളിച്ചിട്ട് പതുക്കെ സ്ക്രബ് ചെയ്തെടുക്കുക. അതോട് കൂടിയിട്ട് നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടാവണം ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പോയി കിട്ടും കേട്ടോ. നല്ല ക്ലിയർ ആവും മുഖം. അടിപൊളി റിസൾട്ട് തന്നെയാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ എപ്പോഴും ഒരു മോയ്സ്ചറൈസർ, ഞാൻ എപ്പോഴും പറയണതാണ്, നമ്മുടെ സ്കിന്നിന് ഏതാണോ മോയ്സ്ചറൈസർ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിർബന്ധമാണ് തേച്ചിടുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ നമുക്ക് അലോവേര ജെൽ ഉണ്ടെന്ന് വെച്ചാൽ അത് മാത്രം തേച്ച് കൊടുത്താലും മതി.
അത് ഓരോരുത്തരുടെ സ്കിന്നിന് ഓരോ തരമാണ്. അപ്പോൾ അത് ഏതാണ് അവരവരുടെ സ്കിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ മുഖത്തിട്ട് കൊടുക്കുക കേട്ടോ. അത് എപ്പോഴും ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് എപ്പോഴും ഉണ്ടാവും. പിന്നെ ചില പേക്കുകൾ ഇടുമ്പോൾ പറയില്ലേ ഇത് അപ്പോഴത്തെ മാത്രമേ ഉള്ളൂ, പക്ഷേ ഇത് അപ്പോഴത്തെ മാത്രമല്ല, നമുക്കിത് നാളെ കാലത്ത് നിങ്ങൾ നോക്കിയാലും നിങ്ങളുടെ മുഖം നല്ല ബ്രൈറ്റ് ആയിട്ടായിരിക്കും കേട്ടോ. അതാണ് മുട്ടയുടെ വെള്ളയിൽ നമ്മൾ അരിപ്പൊടിയും കാപ്പിപ്പൊടിയൊക്കെ ചേർത്ത് ഇടുമ്പോൾ ഉള്ള നേച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.